Hi students, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ strong law of large numbers അതുപോലെ some other inequalities, Chebyshev inequality യുടെ some generalized form അതുപോലെ Marcos inequality ഒക്കെയാണ് പഠിക്കാൻ പോകുന്നത്. Strong law of large numbers പഠിക്കുമ്പോൾ നമുക്ക് almost sure convergence of random variables എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഫസ്റ്റ് അറിയണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഷുവർ കൺവെർജൻസ് എന്താണെന്ന് നമുക്ക് ആദ്യം പഠിക്കാം. ഓൾമോസ്റ്റ് ഷുവർ കൺവെർജൻസിന്റെ ഡെഫിനിഷൻ ആണ് ഈ കൊടുത്തേക്കുന്നത്. Let xn be a sequence of random variables. We say that xn converges almost surely, as എന്നാണ് denote ചെയ്യുന്നത് short form ല്, to a random variable x if and only if the probability of the set of all omega set of all omega such that xn of omega converges to x of omega as n tends to infinity is equal to 1, and we write xn converges to x almost surely. Okay, ഈ ആരോന്റെ മേളിലായിട്ട് as എന്ന് ഡിനോട്ട് ചെയ്താൽ അതിന്റെ അർത്ഥം xn converges to x almost surely എന്നാണ്. ഓക്കെ, or xn converges to x with the probability 1 എന്ന് ഡിനോട്ട് ചെയ്യാറ്. അപ്പൊ ഒരു സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക xn. അപ്പൊ ഈ xn എക്സ് എന്നുള്ള ഒരു റാൻഡം വേരിയബിളിലേക്ക് ഓൾമോസ്റ്റ് ഷുവർലി കൺവെർജ് ചെയ്യാനുള്ള നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ആണ് ഈ കൊടുത്തേക്കുന്നത്. പ്രോബിലിറ്റി ദാറ്റ് സെറ്റ് ഓഫ് ഓൾ ഒമേഗ സച്ച് ദാറ്റ് xn ഓഫ് ഒമേഗ കൺവെർജസ് ടു x ഓഫ് ഒമേഗ ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. ഇവിടെ xn ഓഫ് ഒമേഗ എന്ന് എഴുതാനുള്ള കാര്യം xn ഓഫ് ഒമേഗ നമ്മൾ സാധാരണ സം ഫംഗ്ഷൻ ഓഫ് x എന്ന് എഴുതില്ലേ, ഇവിടെ ഈ ഒമേഗ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ് നമുക്കറിയാം. ഒരു റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞിട്ട് ഇസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം ദി സിഗ്മ ഫീൽഡ് ഓഫ് ഈവൻസ്. ഓക്കെ, അപ്പോൾ ഈ റാൻഡം വേരിയബിളിന്റെ കേസിൽ ഡൊമെയിൻ എന്ന് വരുന്നത് സെറ്റ് ഓഫ് സെറ്റ്സ് ആണ്. സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ ഈവൻസ്, സെറ്റ് ഓഫ് ഈവൻസ് ആണ് ഇവിടെ ഡൊമെയിൻ ആയിട്ട് വരുന്നത്. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ xn ഓഫ് ഒമേഗ, വേർ ഒമേഗ റെപ്രസെന്റ്സ് ദി സിമ്പിൾ ഈവന്റ്. ഓക്കെ, the set of all omega such that xn of omega converges to x of omega as n tends to infinity. n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഒമേഗക്കാണ് xn of omega കൺവേർജ് ചെയ്യുന്നത്, എക്സ് ഓഫ് ഒമേഗയിലേക്ക് കൺവേർജ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒമേഗകളുടെ സെറ്റ്, അതായത് ഒരു ഈവന്റ് ആയിരിക്കും, ആ ഈവന്റിന്റെ പ്രോബബിലിറ്റി 1 ആവുകയാണെങ്കിൽ നമ്മൾ പറയും xn converges to x almost surely with probability 1. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സ്ട്രോങ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പൊ സ്ട്രോങ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഇതാണ് പറയുന്നത്. സ്ട്രോങ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് states that the average of a sequence of independent random variables having a common distribution will, with probability 1, converge to the mean of that distribution. നിങ്ങളൊരു സീക്വൻസ് റാൻഡം വേരിയബിൾസിന്റെ സീക്വൻസ് കൺസിഡർ ചെയ്യാം. ആ റാൻഡം വേരിയബിൾസ് ഇൻഡിപെൻഡന്റ് ആണ്, അതുപോലെ തന്നെ ദർ ഹാവിംഗ് എ കോമൺ ഡിസ്ട്രിബ്യൂഷൻ. കോമൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ദർ ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് x1 x2 എക്സെട്ര xn എന്നുള്ളത് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സീക്വൻസ് എങ്കിൽ ദേ ആർ ഇൻഡിപെൻഡന്റ് ആൻഡ് ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ്. അങ്ങനെയെങ്കിൽ ഈ റാൻഡം വേരിയബിൾസിന്റെ ആവറേജ്, അതായത് നമ്മളിപ്പോ x1 x2 എക്സെട്ര xn by n xn ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ x1 plus x2 plus എക്സെട്ര xn by n will converge to the mean of that distribution. ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന റാൻഡം വേരിയബിൾസിന് എല്ലാം തന്നെ സെയിം മീൻ ആയിരിക്കും വരിക, കാരണം ദേ ആർ ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ്. ആ മീനിലേക്ക് ഈ മീൻ x1 plus x2 plus എക്സെട്ര xn by n കൺവേർജ് ചെയ്യും വിത്ത് പ്രോബബിലിറ്റി 1. അപ്പൊ ഇവിടെ ഈ കൺവെർജൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് കൺവെർജൻസ് ആണ് ഓൾമോസ്റ്റ് ഷുവർ കൺവെർജൻസ് ആണ്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് നോക്കാം. Let x1, x2, etc. xn be a sequence of independent and identically distributed random variables, each having a finite mean mu equal to expectation of xi. Then with probability 1, x1 plus x2 plus etc. xn by n will converge to mu as n tends to infinity. അപ്പൊ ഈ കാര്യം തന്നെയാണ് ഇവിടെ ഇൻ ടേംസ് സം നൊട്ടേഷൻസിൽ പറഞ്ഞേക്കുന്നത്, വേറൊന്നുമില്ല. പിന്നെ ഈ ഒരു കൺവെർജൻസ് ഞാൻ പറഞ്ഞു, ദിസ് ഇസ് ഓൾമോസ്റ്റ് ഷുവർ കൺവെർജൻസ്. നമ്മൾ ഓൾമോസ്റ്റ് ഷുവർ കൺവെർജൻസ് പഠിച്ചപ്പോൾ കണ്ടായിരുന്നു xn converges to x almost surely എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. അതുപോലെ xn converge to x with probability 1 എന്ന് ഉദ്ദേശിക്കുന്നത് ഓൾമോസ്റ്റ് ഷുവർ കൺവെർജൻസ് ആണ്. അപ്പൊ ഈ കൺവെർജൻസ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഓൾമോസ്റ്റ് ഷുവർ കൺവെർജൻസ്. ഓക്കെ,
അപ്പോൾ x1 x2 എക്സെട്ര xn എന്നുള്ളത് ഇൻഡിപെൻഡന്റ് ആൻഡ് ഐഡന്റിഫൈഡ് ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾസ് ആണ്. അതുപോലെ അതിന്റെ കോമൺ ആയിട്ടുള്ള മീൻ എന്നുള്ളത് മ്യൂ ആണെങ്കിൽ x1 plus x2 plus എക്സെട്ര xn by n ആവറേജ് മീനിലേക്ക് കൺവേർജ് ചെയ്യുന്നു ഓൾമോസ്റ്റ് ഷുവർലി. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രൂഫ് നമുക്ക് നോക്കാം. പ്രൂഫിൽ നമ്മൾ ആദ്യം തന്നെ മ്യൂ എന്നുള്ളത് നമുക്ക് ഈ മ്യൂലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് കാണിക്കേണ്ടത്. മ്യൂ എന്നുള്ളത് ആദ്യം നമ്മൾ 0 ആണെന്ന് അസ്യൂം ചെയ്യുവാണ്. മ്യൂ ഈക്വൽ ടു 0 ആണെന്ന് അസ്യൂം ചെയ്യുവാണ്. ഓക്കെ, എന്നിട്ട് Sn നിങ്ങൾ കൺസിഡർ ചെയ്യുക. Sn എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി സം ഓഫ് ദി റാൻഡം വേരിയബിൾസ് അപ് ടു n x1 plus x2 plus എക്സെട്ര xn ആണ് Sn. ഓക്കെ, എന്നിട്ട് ഈ ഒരു എക്സ്പെക്ടേഷൻ കൺസിഡർ ചെയ്യുക. എക്സ്പെക്ടേഷൻ ഓഫ് Sn raised to 4. Sn raised to 4. Sn എന്ന് പറഞ്ഞാൽ x1 plus x2 plus എക്സെട്ര xn ആണ്. ഓക്കെ, x raised to 4 നമുക്ക് x into x into x into x എന്ന് എഴുതാമല്ലോ. അതുപോലെ എഴുതിയേക്കുവാണ് x1 plus x2 plus എക്സെട്ര plus xn into x1 plus x2 plus എക്സെട്ര xn into x1 plus x2 plus എക്സെട്ര xn into x1 plus x2 plus എക്സെട്ര xn. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ടല്ലോ, ഈ എക്സ്പെക്ടേഷന് മുന്നേ നമ്മൾ ഈ ബ്രാക്കറ്റ്സിലുള്ളത് ഇത് എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ വരാൻ സാധ്യതയുള്ള ടേംസ്, ഇപ്പൊ നമ്മൾ x1 തന്നെ എടുക്കാന്ന് വിചാരിക്കാം. x1നെ x1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ അതിന് ശേഷം x1 പിന്നെ x1, അങ്ങനെയാണെങ്കിൽ നമുക്ക് x1 raised to 4 അങ്ങനെയുള്ള ടേം വരും. അതുപോലെ x2ന്റെ കേസിലാണ് x2 raised to 4. അപ്പൊ xi raised to 4 എന്നുള്ള ടേംസ് വരും. അതുപോലെ നമ്മൾ x1 into x1 into x1, അപ്പൊ x1 ക്യൂബ് പിന്നെ into സം x2 അല്ലെങ്കിൽ x3 ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ x1 ക്യൂബ് xj ടൈപ്പ് വരും. അതായത് xi ക്യൂബ് xj ടൈപ്പ് ഉള്ള ടേംസുകൾ ഉണ്ടാവും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ xi സ്ക്വയർ xj സ്ക്വയർ ടൈപ്പ് ടേംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരും. ഓക്കെ, ഇവിടെ രണ്ടും x1 into x1 ചെയ്യുക, അതുപോലെ ഇവിടെ x2 into x2 ചെയ്യുവാണെങ്കിൽ x1 സ്ക്വയർ into x2 സ്ക്വയർ ടൈപ്പ് ടേംസ് നമുക്ക് കിട്ടും. ഒരു പോസിബിലിറ്റി ഞാൻ പറഞ്ഞത്. അപ്പൊ xi സ്ക്വയർ xj സ്ക്വയർ അങ്ങനെയുള്ള ടേംസുകൾ ഉണ്ടാവും. xi സ്ക്വയർ xj xk ടൈപ്പിലുള്ള ടേംസുകൾ ഉണ്ടാവും. അതുപോലെ xi xj xk xl ടൈപ്പുള്ള ടേംസുകൾ ഉണ്ടാവും. ഈ സബ്സ്ക്രിപ്റ്റ്സുകൾ ഐ ജെ കെ എൽ അതെല്ലാം തന്നെ ഡിഫറെന്റ് ആണ് കേട്ടോ. ഇനി നമ്മളൊരു അസംഷൻ ഇവിടെ നടത്തിയായിരുന്നു. ദാറ്റ് ഈസ് xi എന്നുള്ളത്, xiയുടെ മീൻ എന്നുള്ളത് മ്യൂ 0 ആണെന്ന് അസ്യൂം ചെയ്തായിരുന്നു. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് xi വിൽ ബി ഈക്വൽ ടു 0. പിന്നെ നമുക്കൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ xi's എല്ലാം തന്നെ ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഓരോ ടേംസിന്റെയും എക്സ്പെക്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് xi raised to 4, എക്സ്പെക്ടേഷൻ ഓഫ് xi ക്യൂബ് xj, ഈ ഒരു ടേമിന്റെ എക്സ്പെക്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഈ ടൈപ്പ് ടേമുകളുടെ എക്സ്പെക്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് xiയും xjയും ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് നമുക്ക് എന്തെന്ന് എഴുതാം? xi ക്യൂബ്, എക്സ്പെക്ടേഷൻ ഓഫ് xi ക്യൂബ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് xj എന്ന് എഴുതാം. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് xj എന്താ വരിക? ദാറ്റ് ഇസ് 0, മ്യൂ 0 ആണ് അല്ലെ? അതുകൊണ്ട് ഈ ടേം ഈ എക്സ്പെക്ടേഷൻ 0 ആയിപ്പോവും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ടേംസ് xi സ്ക്വയർ xj xk ഇതിന്റെ എക്സ്പെക്ടേഷൻ എന്ത് വരും? ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് നമുക്ക് എഴുതാം എക്സ്പെക്ടേഷൻ ഓഫ് xi സ്ക്വയർ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് xj ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് xk. ഇനി ഇത് രണ്ടും 0 ആണ്, ഇത് രണ്ടും മ്യൂ ആണ്. മ്യൂ 0 ആയതുകൊണ്ട് ഈ പ്രോഡക്റ്റും 0 ആകും. ഓക്കെ, അതായത് എക്സ്പെക്ടേഷൻ 0 ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ടൈപ്പ് എക്സ്പെക്ടേഷൻസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് xi xj xk xl ഇത് എന്താ വരിക? എക്സ്പെക്ടേഷൻ ഓഫ് xi ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് xj ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് xk ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് xl. ഇത് ഓരോന്നും 0 ആയതുകൊണ്ട് ആ പ്രോഡക്റ്റും 0 ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ആകെ ഈ എക്സ്പെക്ടേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇത് ഓരോന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് എക്സ്പെക്ടേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ടേംസ് ആയിരിക്കും വരിക. ഇങ്ങനെയുള്ള ടേംസുകളുടെ എക്സ്പെക്ടേഷൻ ആണ് വരിക. അതിൻ്റെ അകത്ത് തന്നെ ഇത് 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 ഈ മൂന്ന് ടേംസുകളുടെ ഈ മൂന്ന് ടൈപ്പ് ടേംസുകളുടെ എക്സ്പെക്ടേഷൻ 0 ആണ്. പിന്നെ ഈ രണ്ട് ടൈപ്പ് ടേംസുകളുടെ എക്സ്പെക്ടേഷൻ മാത്രമാണ്
നോൺ സീറോ ആയിട്ട് ഉണ്ടാവുക. അതുപോലെ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇതുപോലെയുള്ള ടേംസുകൾ നോക്കുവാണെങ്കിൽ എക്സ് ഐ സ്ക്വയർ എക്സ് ജെ സ്ക്വയർ ടൈപ്പ് എത്ര ടേംസ് വരാൻ പറ്റും? ഓക്കെ, ഫോറിൽ നിന്നും ഫോർ പോസിബിലിറ്റീസ് ആണുള്ളത്. എക്സ് ഐ എക്സ് ജെ എക്സ് കെ എക്സ് എൽ. അതിൽ രണ്ടെണ്ണം എക്സ് ഐ എക്സ് ജെ എന്ന് പറഞ്ഞാല് 4C2 വേസ് പോസിബിൾ ആണ്. 4C2 വേസ് പോസിബിൾ ആണ്. അപ്പൊ 4C2 ദാറ്റ് ഇസ് 4C2 എന്ന് പറഞ്ഞാൽ 6 ആണ്. 4C2 കോമ്പിനേഷൻ 4C2 6 ആണ്. അപ്പൊ 6 ഇതേപോലെയുള്ള ടേംസുകൾ വരാം. അപ്പൊ ഇതിന്റെ എക്സ്പെക്ടേഷൻ കാണുമ്പോൾ എക്സ്പെക്ടേഷന്റെ കോഎഫിഷ്യന്റ് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ n റാൻഡം വേരിയബിൾസിൽ നിന്നും i നോട്ട് ഈക്വൽ ടു j വരുന്ന തരത്തിൽ പെയർ ആണല്ലോ എടുത്തേക്കുന്നത്. അപ്പൊ NC2 വേസ് പോസിബിൾ ആണ്. NC2 കോമ്പിനേഷൻസ് വരും. ഓക്കെ, അപ്പൊ അതും കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ എക്സ്പെക്ടേഷൻ കാണുമ്പോൾ ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ സ്ക്വയർ എക്സ് ജെ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരിക 4C2 into NC2 ആണ്. 4C2 6 ആണ്. അപ്പൊ 6 into NC2 ആണ് വരിക. ഓക്കെ, അതുപോലെ പിന്നെ വരാൻ സാധ്യതയുള്ള ടേംസ് ഇതുപോലത്തെ ടേംസുകളാണ്. അങ്ങനെ എത്ര എണ്ണം വരും? n എണ്ണം വരും അല്ലെ? x1 raised to 4, x2 raised to 4, അങ്ങനെ xn raised to 4, അങ്ങനെ n എണ്ണം പോസിബിൾ ആണ്. അപ്പൊ അതിന്റെ എക്സ്പെക്ടേഷൻ കാണുമ്പോൾ n ടൈംസ് എക്സ്പെക്ടേഷൻ ഓഫ് xi raised to 4 എന്ന് വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇതിന്റെ എക്സ്പെക്ടേഷൻ കാണുവാണെങ്കിൽ നമുക്ക് കിട്ടുക ഇങ്ങനെയായിരിക്കും. n ടൈംസ് എക്സ്പെക്ടേഷൻ ഓഫ് xi raised to 4 പ്ലസ് 6 into NC2 into expectation of xi square xj square. ഓക്കെ, ഇനി നമ്മൾ ഈ എക്സ്പെക്ടേഷൻ സം ഫൈനൈറ്റ് ആണ്, സം k ആണെന്ന് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ nk പ്ലസ് 6 into NC2 എന്ന് പറഞ്ഞാൽ എന്താണ്? n into n minus 1 by 2. അപ്പൊ ഈ 6ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 3 into n into n minus 1 into ഇനി ഇവിടെ നോക്കി എക്സ് ഐ എക്സ് ജെയും ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എന്തെന്ന് എഴുതാം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ സ്ക്വയർ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ജെ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, നമ്മളൊരു റാൻഡം വേരിയബിൾ എക്സ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വേരിയൻസ് എപ്പോഴും നോൺ നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ എക്സ് ഐ സ്ക്വയറിന്റെ വേരിയൻസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ് ഐ സ്ക്വയർ വിൽ ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഇനി വേരിയൻസ് ഓഫ് എക്സ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഐ സ്ക്വയർ square, expectation of xi square square, that is expectation of xi raised to 4 minus expectation of xi square the whole square. Definition of variance of xi square. Okay, ഇനി ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തെന്ന് എഴുതാം? expectation of xi raised to 4 minus expectation of xi square is less, it is greater than or equal to 0. Okay, that is expectation of xi square is less than or equal to expectation of xi raised to 4. ഇനി expectation of xi raised to 4 നമ്മൾ k ആയിട്ട് എടുത്തത് അല്ലെ? k, that is equal to k. അപ്പൊ നമുക്ക് കിട്ടി expectation of xi square the whole square is less than or equal to k എന്ന് കിട്ടി. ഇപ്പൊ നമുക്കറിയാം എക്സ്പെക്ടേഷൻ ഓഫ് ഇത് ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. എക്സ് ഐയും എക്സ് ജെയും ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയതുകൊണ്ട് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ സ്ക്വയർ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ജെ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അപ്പോ നമുക്ക് ഇവിടെ കിട്ടിയ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ. അത് ഈ ഇക്വേഷൻ 1 യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എൻ കെ expectation of Sn raised to 4 is less than or equal to nk plus 3n into n minus 1 k എന്ന് കിട്ടും. ഓക്കെ, ഇത് കിട്ടും. ഇനി നമുക്കറിയാം എക്സ്പെക്ടേഷൻ ഓഫ് എൻ എക്സ് എന്ന് പറഞ്ഞാൽ n into expectation of x ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ ത്രൂ ഔട്ട് n raised to 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തെന്ന് കിട്ടും? എക്സ്പെക്ടേഷൻ ഓഫ് Sn raised to 4 by n raised to 4 എന്ന് എഴുതാമല്ലോ. 1 by n raised to 4 into expectation of Sn raised to 4 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് Sn raised to 4 by n raised to 4 തന്നെയാണ്. LHS. Okay, that is less than or equal to nk by n raised to 4 plus 3n into n minus 1 k by n raised to 4. അപ്പൊ എല്ലാ ടേംസിനെയും n raised to 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും k by n cube plus 3k by n square minus 3k by n cube. ഇനി ഈ ഒരു ടേമിനെ എലിമിനേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താ എഴുതാം? this quantity will be less than or equal to k
ബൈ എൻ ക്യൂ പ്ലസ് 3k ബൈ എൻ സ്ക്വയർ എന്ന് എഴുതാം. കാരണം നെഗറ്റീവ് വാല്യൂ ഒഴിവാക്കി കഴിഞ്ഞാല് അതായിരിക്കും വലുതായിട്ട് വരിക. നെഗറ്റീവ് ടേം ഇല്ലാത്ത ആ ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും വലുതായിട്ട് വരിക, വലുതോ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട്. സോ ദിസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു k ബൈ എൻ ക്യൂ പ്ലസ് 3k ബൈ എൻ സ്ക്വയർ എന്ന് എഴുതാലോ. ഓക്കെ, ദിസ് വിൽ ബി ഫൈനൈറ്റ്. സോ അപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടും expectation of summation I varies from 1 to infinity Sn raised to 4 by n raised to 4. ഇതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? Summation I equal to 1 to infinity expectation of Sn raised to 4 by n raised to 4. ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ഇത് നമുക്ക് expectation of Sn raised to 4 by n raised to 4 ഫൈനൈറ്റ് ആയതുകൊണ്ട് നമുക്ക് എഴുതാം this summation is finite. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാവേണ്ടത് ഈ എക്സ്പെക്ടേഷൻ ഫൈനൈറ്റ് ആണ്. ഈ എക്സ്പെക്ടേഷൻ ഫൈനൈറ്റ് ആയതുകൊണ്ട് നമുക്ക് പറയാം ഇതിന്റെ nth term Sn raised to 4 by n raised to 4 will converge to 0 with probability 1. Okay, that is limit n tends to infinity Sn raised to 4 by n raised to 4 equal to 0 with the probability 1. അപ്പോൾ Sn raised to 4 by n raised to 4 Sn by n raised to 4 എന്ന് എഴുതാലോ. അപ്പോൾ ലിമിറ്റ് n tends to infinity Sn by n raised to 4 equal to 0. അതിൽ നിന്ന് നമുക്ക് ലിമിറ്റ് n tends to infinity Sn by n equal to 0 എന്ന് എഴുതാം. Okay, that is Sn by n will converge to 0 as n tends to infinity with probability 1. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? Sn by n will converge to 0 with probability 1. നമ്മളിവിടെ മ്യൂവിനെ 0 ആയിട്ടാണ് അസ്യൂം ചെയ്തത്. ഇനി സപ്പോസ് മ്യൂ എന്നുള്ളത് 0 അല്ലെന്ന് വിചാരിക്കാം. മ്യൂ 0 അല്ലെങ്കിൽ നമുക്ക് Sn xi മൈനസ് മ്യൂ, അപ്പൊ നമ്മൾ xi-ക്കാണ് xi ഇതിന്റെ സമ്മാണ് Sn, xi മൈനസ് മ്യൂ എന്ന് പറയുന്ന റാൻഡം വേരിയബിൾസ് എടുക്കാം. ഓക്കെ, എന്നിട്ട് അതിന്റെ സം കാണുക. ഓക്കെ, ഇതുപോലെ തന്നെ പ്രൊസീഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും with the probability 1 that Sn xi minus mu by n, ഇതാണ് നമ്മൾ എടുത്ത റാൻഡം വേരിയബിൾ. ആ സം, അങ്ങനെയുള്ള റാൻഡം വേരിയബിളിന്റെ സം ഡിവൈഡഡ് ബൈ n, അതിന്റെ ലിമിറ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു 0 നമുക്ക് ഇതുപോലെ തന്നെ പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ലിമിറ്റ് n tends to infinity summation I varies from 1 to n xi by n equal to mu. ഓക്കെ, നമ്മളിവിടെ രണ്ടിടത്തും സം എടുക്കുമ്പോൾ സമ്മേഷൻ xi by n മൈനസ് n mu by n ഈക്വൽ ടു 0 എന്ന് വരും. ദാറ്റ് ഇസ് ലിമിറ്റ് n tends to infinity summation I varies from 1 to n xi by n equal to mu എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി Sn by n will converge to mu as n tends to infinity. അങ്ങനെ നമ്മൾ സ്ട്രോങ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ ഷെബിഷേഴ്സ് ഇൻഇക്വാലിറ്റിയുടെ ഒരു ജനറലൈസ്ഡ് ഫോം ആണ് കാണാൻ പോകുന്നത്. ഷെബിഷേഴ്സ് ഇൻഇക്വാലിറ്റിനെ ബെനിയം ഷെബിഷേഴ്സ് ഇൻഇക്വാലിറ്റി എന്ന് പറയാറുണ്ട്. അതിന്റെ ജനറലൈസ്ഡ് ഫോം ആണ് ഈ കാണുന്നത്. നമ്മളൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം, നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ g of x. ഒരു നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ g of x കൺസിഡർ ചെയ്യാം ഓഫ് റാൻഡം വേരിയബിൾ x. Then for every positive t we have probability of g of x greater than or equal to t is less than or equal to expectation of g of x by t. അപ്പോൾ ഇതിനെ പറയുന്നതാണ് ജനറലൈസ്ഡ് ഫോം ഓഫ് ബെനിയം ഷെബിഷേഴ്സ് ഇൻഇക്വാലിറ്റി. ഇനി നമ്മൾ ഇതിന്റെ അകത്ത് g of x ന് പകരമായിട്ട് x മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് x സ്ക്വയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ആദ്യം കണ്ട ഷെബിഷേഴ്സ് ഇൻഇക്വാലിറ്റി അത് കിട്ടും. ഓക്കെ, അപ്പൊ g of x ന്റെ സ്ഥാനത്ത് x മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് x ദി ഹോൾ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് ഇവിടെ x മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് x മ്യൂ ആണ്. അപ്പൊ x മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, അതുപോലെ ഈ ടിനെ ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? പ്രോബിലിറ്റി ഓഫ് x മൈനസ് മ്യൂ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ടിനെ ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ വെച്ച് റീപ്ലേസ് ചെയ്തു. ദാറ്റ് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് g of x എന്താണ്? x മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ. ഇനി ഈ RHSലെ ന്യൂമറേറ്ററിലേക്ക് കിടക്കുന്നത് സിഗ്മ സ്ക്വയർ ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് x മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് വേരിയൻസ് സിഗ്മ സ്ക്വയർ. സിഗ്മ സ്ക്വയർ ബൈ ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ ദാറ്റ് ഇസ് 1 ബൈ ടി സ്ക്വയർ. നമുക്ക് എന്ത് കിട്ടി? പ്രോബിലിറ്റി ദാറ്റ് x minus mu the whole square greater than or equal to t square sigma square is less than or equal to 1 by t square എന്ന് കിട്ടി. ഇനി ഇതിന്റെ അകത്ത് നമുക്ക് പ്രോബബിലിറ്റിയിൽ മാറ്റം വരില്ല. ഇതിന്റെ അകത്ത് നിങ്ങൾ ഈ ഈവന്റിൽ നിങ്ങൾ ജസ്റ്റ്
ബ്രാക്കറ്റ്സിനകത്ത് നിങ്ങൾ സ്ക്വയർ റൂട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് വാല്യൂ എക്സ് മൈനസ് മ്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ ഈസ് ലെസ് ദാൻ ഈക്വൽ ടു 1/t² എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെ കിട്ടും. ഇതെന്താണ്? നമ്മുടെ ഷെബിഷസ് ഇൻഇക്വാലിറ്റി ആണ്, നമ്മൾ പഠിച്ച ആ ഫോമാണ് അല്ലെ. ഇനി നമ്മൾ ഈ കണ്ട ജനറലൈസ്ഡ് ഫോമിന്റെ അകത്ത്, ജനറലൈസ്ഡ് ഫോം കണ്ടല്ലോ ഇപ്പൊ ഷെബിഷസ് ബെനിയം ഷെബിഷസ് ഇൻഇക്വാലിറ്റിയുടെ ഈ ജനറലൈസ്ഡ് ഫോമിന്റെ അകത്ത് ജി ഓഫ് എക്സിന് മോഡ് എക്സ് കൊടുക്കുമ്പോൾ നമുക്ക് മാർക്കോസ് ഇൻഇക്വാലിറ്റി കിട്ടും. ഓക്കെ, ജി ഓഫ് എക്സ് മോഡ് എക്സ് വരുമ്പോൾ എന്ത് വരും? പ്രോബബിലിറ്റി മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ടി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു expectation of mod x by t എന്ന് വരും. Probability of mod x greater than or equal to t is less than or equal to expectation of mod x by t എന്ന് വരും. ഓക്കെ, ഇതിനെ പറയുന്നതാണ് മാർക്കോസ് ഇൻഇക്വാലിറ്റി. മാർക്കോസ് ഇൻഇക്വാലിറ്റിയുടെ ജനറലൈസ്ഡ് ഫോം കിട്ടാനായിട്ട് ഈ ജി ഓഫ് എക്സിന് പകരമായിട്ട് മോഡ് എക്സ് റേസ് ടു ആർ കൺസിഡർ ചെയ്യാം, അതുപോലെ ടിക്ക് പകരം ടി റേസ് ടു ആർ കൺസിഡർ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? Probability mod x raised to r is greater than or equal to t raised to r is less than or equal to expectation of mod x raised to r by t raised to r എന്ന് കിട്ടുമല്ലോ. ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇവിടെ എന്താ ചെയ്തേക്കുന്നത്? മോഡ് എക്സ് റേസ് ടു ആർ ഗ്രേറ്റർ ദാൻ ടി റേസ് ടു ആർ ആണ്. അപ്പൊ റൂട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് പ്രോബിലിറ്റി മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ടി എന്ന് വരും. Okay, that is less than or equal to expectation of mod x raised to r by t raised to r. Okay.